ഇപ്പോൾ പ്രതികളെ പുറത്തേക്ക് ഇറക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോകാം. 1 മുതൽ 6 പ്രതികളാണ്. എല്ലാവരെയും വിയൂർ ജയിലിലേക്കാണ് മാറ്റുന്നത്. അതിന് ഇപ്പോൾ കോടതിയുടെ പുറത്തേക്ക് ഈ പ്രതികളെ കൊണ്ടുവന്ന് പോലീസ് വാഹനത്തിലേക്ക് മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. ആദ്യം പൾസർ സുനിയാണ് വാഹനത്തിലേക്ക് കയറിയത്. പിന്നാലെ മറ്റു പ്രതികൾ മാർട്ടിൻ, ഒപ്പം തന്നെ സലീം ഉൾപ്പെടെ മറ്റു പ്രതികളും വാഹനത്തിലേക്ക് കയറിയിട്ടുള്ളതാണ് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നത്. കോടതി പരിസരത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതെന്തായാലും ഇനി ഇവർ ഇവിടെ നിന്ന് നേരെ വിയൂർ ജയിലിലേക്കാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. അതിനുശേഷം തുടർച്ചയായി മണിക്കൂറുകൾ നീണ്ട കോടതി നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇവർ പുറത്തേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ഇവർ എനിക്ക് തോന്നുന്നു ബന്ധുക്കളോടും മറ്റുമായിരിക്കും സംവദിക്കുന്ന ചില കാഴ്ചകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. സാലി മുഹമ്മദ് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സാലി, ഇപ്പോൾ പ്രതികളെ വിയൂർ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസവും ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിയൂർ ജയിലിലേക്കാണ് മാറ്റുന്നത്. ഇപ്പോൾ ഇവർ തടവ് ശിക്ഷ അനുഭവിക്കുക വിയൂർ ജയിലായി. ഇവിടെ ശിക്ഷ വിധിച്ചു. ഇവർ തടവ് ശിക്ഷ അനുഭവിക്കുക വിയൂർ ജയിലിലായിരിക്കും. 2 പ്രതികൾ കണ്ണൂർ ജയിലിലേക്ക് മാറ്റണം എന്ന് അപേക്ഷ നൽകിയിരുന്നു കോടതിയിൽ. ആ വാദത്തിനിടെ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനിടെ കണ്ണൂരുകാരാണ് കണ്ണൂരിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ കോടതി പറഞ്ഞു അതൊന്നും പറ്റില്ല, എല്ലാ പ്രതികളും വിയൂർ ജയിലിലേക്കാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാറ്റിയതും അങ്ങോട്ട് തന്നെയാണ്. വിയൂർ ജയിലിൽ തന്നെ, വിയൂർ സെൻട്രൽ ജയിലിൽ തന്നെ നിങ്ങൾ തടവ് ശിക്ഷ അനുഭവിക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വിയൂർ സെൻട്രൽ ജയിലിൽ തന്നെ ആയിരിക്കും ഈ കേസിൽ തടവ് ശിക്ഷ അനുഭവിക്കുക. ഏതായാലും പ്രതികളെയും കൊണ്ടുള്ള പോലീസ് വാഹനം അല്പം മുമ്പ് ഈ കോടതി വളപ്പിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇനി അവർ നേരെ ജയിലിലേക്കാണ്. ഇനി പലരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 19 വർഷം മുതൽ 12.5 വർഷം വരെ തടവ് ശിക്ഷ ഓരോരുത്തർക്കായി അനുഭവിക്കണം. അതിനിടയിൽ ഒരു പക്ഷേ അപ്പീലുകൾ ഉൾപ്പെടെ വന്നേക്കാം, അപ്പീലുകളിന്മേൽ വിധി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ കാലാവധിയിലും ഒക്കെ മാറ്റം വന്നേക്കാം. ഏതായാലും ഇന്നത്തെ വിധി പ്രകാരം പൾസർ സുനി 12.5 വർഷം മുതൽ സലീം 19 വർഷം വരെ, അങ്ങനെ ഏറിയും കുറഞ്ഞും എല്ലാവരും തടവ് ശിക്ഷ അനുഭവിക്കണം. എല്ലാവരെയും വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയാണ്. ശരി.